നമ്മൾ വീട്ടിലൊക്കെ ഒരു പ്രായം വരെ എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെയാണല്ലേ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. നമ്മളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി. പക്ഷെ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് വരുമാനമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു തോന്നലാണ്, നമുക്ക് എവിടെയും പോവാം, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ആരോടും അനുവാദം വാങ്ങേണ്ട കാര്യമില്ല, രക്ഷിതാക്കളോടൊന്നും ആരുടെ ഒപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, ഇതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിഷ്മ എന്ന് പറയുന്നൊരു കുട്ടിക്ക് വയനാട്ടിൽ 16 പേരോടൊപ്പം ഒരു വിനോദയാത്ര പോയിട്ട് ഒരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയാൻ കാരണം അവളുടെ ഉമ്മ പറയുന്നത് ആരുടെ ഒപ്പമാണ് പോയതെന്ന് അറിയില്ല എന്നാണ്. വയനാട്ടിലേക്ക് പോയി, പക്ഷെ അത് ആരുടെ കൂടെ പോയെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു. പക്ഷെ നമ്മളിത് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫാണ്, ആരും ഒന്നും അറിയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഉറപ്പില്ല, നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ സുരക്ഷിതമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ തിരിച്ചു വരാൻ സാധിക്കുമെന്നും നമുക്ക് യാതൊരു ഉറപ്പും ഇല്ലല്ലോ. നമ്മൾ സുരക്ഷിതമായിട്ട് വരണമെന്നൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതും. പക്ഷേ നിർഭാഗ്യവശാൽ പലർക്കും പലതും സംഭവിക്കുന്നുണ്ട്. അത് നമുക്കൊരു പാഠമാവണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ കരുതുന്ന ആളുകളോടെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കണം. അല്ലാതെ അയൽവാസികളോട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടെല്ലാം നമ്മൾ കറക്റ്റ് ഉത്തരം കൊടുക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അതങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പം നമ്മളെ വളർത്തിയവർ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾ നമുക്കൊപ്പം നിൽക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകൾ, അവരോട് നമ്മൾ പറഞ്ഞിരിക്കണം. അല്ലാതെ തെക്കോട്ട് പോകുന്നു എന്നിട്ട് വടക്കോട്ടാണ് പോകുന്നത് എന്നല്ല പറയേണ്ടത്. അങ്ങനെയുള്ള നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമ്മൾ കറക്റ്റ് ഇന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്, ഇന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്, ഇതെല്ലാം നമ്മളെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞിരിക്കണം. അതിനി എത്ര സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പൈസ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി വരുമാനം ഉണ്ടെങ്കിൽ എല്ലാമായി എന്നല്ല, അതോടുകൂടി നമ്മൾ സ്വതന്ത്രരായി എന്നല്ല. നമ്മൾ സോളോ ട്രിപ്പ് നടത്തുന്നവരുണ്ട്, അങ്ങനെ പല യാത്രകളും നടത്തുന്നവരാണ്. അങ്ങനെ നടത്തുമ്പോൾ ഇപ്പോൾ ബോട്ടിൽ കയറുമ്പോൾ അപകടം സംഭവിക്കാം, ട്രെയിനിൽ കയറുമ്പോൾ സംഭവിക്കുന്നത് അപകടം മാത്രമേ സംഭവിക്കൂ എന്നല്ല, അതും നമ്മൾ മുന്നിൽ കാണണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ച് നമുക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നും അല്ല. പക്ഷേ നമ്മൾ മിനിമം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അത് നമ്മൾ ചെയ്തിരിക്കണം. പിന്നീട് നമുക്ക് ഖേദിക്കേണ്ടി വരരുത്. കാരണം നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ വേണ്ടപ്പെട്ട ആരായാലും അവരോട് നമ്മൾ ഇന്ന സ്ഥലത്താണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവരിനി നോ പറഞ്ഞു എന്ന് ഇരിക്കട്ടെ, നമുക്ക് പോകണം, അവരുടെ അനുവാദം അല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് എന്നിരിക്കട്ടെ, നമ്മൾ പക്ഷെ പറഞ്ഞിരിക്കണം, ഞാൻ പോകുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് പോകുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ അവിടെ യാതൊരു നുണയുമില്ലാതെ നമ്മൾ പറഞ്ഞിരിക്കണം. ചിലപ്പോൾ അവർ പോവണ്ട എന്ന് പറഞ്ഞേക്കാം, ഇനി പോവണ്ട എന്ന് പറയും എന്ന് കരുതിയിട്ടായിരിക്കാം വീട്ടുകാരോട് പറയാതെ പോകുന്നത്. പക്ഷെ പറയാതെ പോകുമ്പോൾ ഒരു അപകടമുണ്ട്. നമ്മളിനിയിപ്പം മരിച്ചില്ല എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് എന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നാണം കെടരുത്. ഇത് നിങ്ങളെ മകളാണോ, മകളിവിടെ ഹോസ്പിറ്റലിലുണ്ട് എന്ന് പോലീസോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അത് അറിഞ്ഞ ആരെങ്കിലും നമ്മളെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ മകൾ അവിടെ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മകൻ അവിടെ പോയിട്ടുണ്ടോ, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ലെങ്കിൽ, വേണ്ടപ്പെട്ടവർക്കറിയില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുന്ന, ഞാൻ വലിയ ഉപദേശിയായതുകൊണ്ട് പറയുന്നതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിലും ഉണ്ട്. പറയാതെയാണ് വന്നത് എന്നൊക്കെ പറയും. പക്ഷെ അത് ശരിയല്ല. ഞാൻ അപ്പോൾ തന്നെ അവരോട് പറയാറുണ്ട്, നമുക്ക് അവർ നോ പറഞ്ഞു. സിനിമയ്ക്കൊക്കെ പറയാതെ കോളേജിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ പറഞ്ഞിരിക്കണം. എന്തും നമ്മൾ വീട്ടുകാരെ, നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് നമ്മൾ കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിരിക്കണം ഇന്ന സ്ഥലത്താണ് പോകുന്നത് എന്ന്. അത് നിർബന്ധമായും പാലിക്കേണ്ട ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്.